ഇതെൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകിലത്തെ ഗാർഡനാണ്. അവിടെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന കണ്ടപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു സ്നോ സ്കൾപ്ചർ ഉണ്ടാക്കിയാലോ എന്ന്. എന്നാൽ പിന്നെ ഒരു സ്നോ ഗേളിനെ ഉണ്ടാക്കിയാലോ? നല്ല തണുപ്പും സ്നോയും ഉണ്ടായിരുന്നു. ഇനി ചിക്കാക്കാതെ ഞാൻ അകത്തേക്ക് കയറി. തലേന്ന് രാത്രി അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വെറ്റായിട്ടുള്ള സ്നോ കിട്ടിയത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്നോയിലൊന്നും ഉണ്ടാക്കി പരിചയമൊന്നുമില്ല. പിന്നെ ഇതൊരു പരീക്ഷണം. ഞാനിങ്ങനെ സ്നോ സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടപ്പം എത്ര ശ്രമിച്ചിട്ടും സ്നോ എങ്ങനെ ഷേപ്പ് ആകുന്നില്ലായിരുന്നു. കുറച്ചൊക്കെ അതിനെപ്പറ്റി സ്റ്റഡിയൊക്കെ നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്നോ തന്നെ കുറേ ടൈപ്സ് ഉണ്ട്. അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും അതിൻ്റെ ഫോർമേഷൻ അനുസരിച്ചും അതിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറൊക്കെ അനുസരിച്ച് പല നെയിംസിൽ അറിയപ്പെടുന്നുണ്ടെന്ന്. സ്കൾപ്ചേഴ്സും സ്നോ ബോൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്നോ ഈ വെറ്റ് സ്നോ തന്നെയാണ്. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം മഞ്ഞും മഴയെല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഡീറ്റെയിലിങ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴോ കൈയൊക്കെ ഇടയ്ക്ക് മരവിച്ചും പോകുന്നു. ഇന്നെനിക്ക് സൺലൈറ്റ് പോകും മുന്നേലും തീർക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് വിചാരിച്ച പോലെ ടൈം അങ്ങോട്ട് സെറ്റായില്ല. ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ 2 ഡിഗ്രിയിലേക്ക് വരികയും പിന്നെ നല്ല മഴയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്നോകൾ പതിയെ മെൽറ്റാകാൻ തുടങ്ങിയിരുന്നു. സ്നോ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വിചാരിച്ച രീതിയിലൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലത്തെ മഴ കൊണ്ടായിരിക്കാം എല്ലാം ഇളകി പോവുമായിരുന്നു. നിങ്ങൾ ആദ്യം തൊട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ സ്നോ ഗേൾ എന്തും മെലിഞ്ഞു പോയെന്ന്. ഞാൻ പണിത് പണിത് മെലിഞ്ഞതല്ല, അത് മെൽറ്റായി മെലിഞ്ഞതാണ്. എൻ്റെ പ്രതിമയ്ക്ക് ഞാനൊരു ചപ്പി ലുക്കാണ് പ്രതീക്ഷിച്ചത്. ഇത്ര തിന്നായി പോകുന്ന പ്രതീക്ഷിച്ചതേയില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ എത്ര പണിതിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ലായിരുന്നു. മഴ ഇതുപോലെ ചതിക്കുമെന്ന് ഞാൻ ഓർത്തതേയില്ല. എൻ്റെ പ്രതിമയുടെ ഹെയർ സ്റ്റൈലും കൂടെ പോയപ്പം ആകെ സങ്കടമായി. ഞാൻ കുറച്ച് പച്ചിലകളൊക്കെ പറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നോക്കി. ഞാൻ ഇത്രയും നേരം ഈ കസേരയിലെ ഫോൺ മറിച്ചും തിരിച്ചും വെച്ചാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. നല്ല മഴയായതുകൊണ്ട് ഇനിയും വെച്ചാൽ എൻ്റെ ഫോണ് പോകും. പരിപാടി വിചാരിച്ച പോലൊന്നും ആയില്ലെങ്കിലും ഞാൻ കുറച്ച് സുന്ദരിക്കുട്ടിയൊക്കെ ആക്കാൻ നോക്കി. മഴയുടെ ഇൻറ്റൻസിറ്റി കൂടിയതോടെ മനസ്സിലായി ഇന്നത്തെ പരിപാടി ഏകദേശം തീരുമാനമായെന്ന്.